ഞാൻ മജീദാണ്. ഇന്ന് ഒന്നാമത്തെ ഓണാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണ ആശംസകൾ. അപ്പോൾ ഞാൻ ഈ ഓണപ്പൂവ് ഇടാണ്. ഈ ഓണപ്പൂവ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മന്ത്രിമാരെ അറിയാൻ വേണ്ടി എനിക്ക് കുറച്ച് കാര്യം കൂടിയും പറയാനുണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തരാം. ഞാനും എൻ്റെ ഹെൽപ്പറും പണിക്ക് പോയാൽ 1000 റുപ്യക്കും 800 റുപ്യക്കും പണിയെടുക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ചില മലയാളി പണിക്കാരുണ്ട്, ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. 1200 1500 റുപ്യക്ക് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അത് 100-ൽ ഒരു 20% പണിക്കാർ മാത്രമേ ഉള്ളൂ. 100-ൽ 80% പണിക്കാരും എന്ന് വെച്ചാൽ മാന്യമായ കൂലിക്ക് പണിയെടുക്കുന്ന മലയാളീസ് പണിക്കാരാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്നേക്ക് 8 ദിവസമായി ഞാൻ പണിക്ക് പോയിട്ട്. എന്ന് വെച്ചാൽ നാട്ടിൽ പണിയുണ്ട്, എന്ന് വെച്ചാൽ വീടിൻ്റെ തേപ്പിൻ്റെ പണിയുണ്ട്. അത് ബംഗാളി റേറ്റിന് എടുക്കണം. അത് ബംഗാളി റേറ്റിന് എടുത്താലും പോരാ, കുറേ ആൾക്കാരെ പണിക്കൊണ്ടുപോയാണ്ട് പെട്ടെന്ന് തീർത്ത് കൊടുക്കും വേണം. അങ്ങനെ പണിക്കാരെ കൊണ്ടുപോയാണ്ട് തീർത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എനിക്ക് ഒരു 10 പണിൻ്റെ പണിക്കൂലി എനിക്ക് കമ്മിയാക്കാറും. എന്ന് വെച്ചാൽ പണിക്കൂലി ഉണ്ടാവില്ല. 10-15 ദിവസത്തെ പണിക്കൂലി എനിക്ക് ഉണ്ടാവില്ല. അങ്ങനെ എടുത്തെടുത്ത് ആകപ്പാടെ അടപ്പൂരി കിടക്കുകയാണ്. എന്നാൽ ഈ പാവം ബംഗാളികളും തന്നെ ഐറ്റങ്ങളും ഈ ചെറിയ റേറ്റ് എടുത്തിട്ട് രാവിലെ 7 മണി തൊട്ടുങ്ങാണ്ട് രാത്രി 8 മണി വരെ പണിയിട്ട് ഐറ്റാക്കും തന്നെ ചെറിയ പണിക്കൂലി വെക്കണില്ല. എന്നാൽ ഇതൊക്കെ പണിക്കൂലി വെക്കുന്നത് നമ്മൾ കൊള്ളലാഭം കിട്ടുന്നത് പറഞ്ഞാൽ വലിയ കോൺട്രാക്ടർമാർക്കാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിൽ എല്ലാ മേഖലയിലും ബംഗാളികൾ കടന്ന് കൂടി ഇരിക്കുകയാണ്. ഇനി ഉദാഹരണം ഒരു മേഖല ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഹോട്ടൽ മേഖല എന്ന് വെച്ചാൽ ഹോട്ടൽ സപ്ലൈക്ക് ഒരു മലയാളി സപ്ലൈക്ക് ഇപ്പോൾ കുറച്ച് മാസങ്ങൾ മുന്നേ അല്ലെങ്കിൽ കുറച്ച് കൊല്ലങ്ങൾ മുന്നേ 800 റുപ്യ കൂലി ഉണ്ടായിരുന്നു. ആ സ്ഥാനത്തേക്ക് ബംഗാളികളും നേപ്പാളീസും 400 റുപ്യക്കാണ് പണിയെടുക്കുന്നത്. ഇത് മനസ്സിലാക്കണം. ബംഗാളികളും നേപ്പാളീസും 400 റുപ്യക്കാണ് പണിയെടുക്കുന്നത് രാവിലെ തൊട്ടാണ്ട് വൈകുന്നേരം വരെ. എന്നിട്ട് എന്താണ് ആ ഹോട്ടലിൽ മുതലാളിമാർ പറയുന്നത്? മലയാളീസിന് കൂലി കൂടുതലാണ്. എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു കൊല്ലം മുന്നേ ഒരു സപ്ലൈക്ക് 800 റുപ്യ കൂലി ഉണ്ടായിരുന്നു. അതിന് മേപ്പെട്ട് കൂലി ഇതുവരെ ഒരു സപ്ലൈയും ചോദിച്ചിട്ടില്ല. എന്നിട്ട് ഹോട്ടൽ മുതലാളിമാർ പറയുകയാണ് എന്തെങ്കിലും പറയേണ്ടതായിട്ട് മലയാളീസിന് കൂലി കൂടുതലാണ്, അവരൊന്നും പണിക്ക് വരില്ല. വെച്ചാൽ പണിക്ക് വരാത്ത മലയാളീസ് ആകെ 100-ൽ ഒരു 30% പണിക്കാരുള്ളൂ. 70% പണിക്കാരും മലയാളീസ് പണിക്കാരും അവനാൻ്റെ കുട്ടികളെ നോക്കണമെങ്കിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. ഇനി നാലാമത്തെ കാര്യം, 50 വയസ്സ് തൊട്ടുകാണ്ട് 59 വയസ്സ് പ്രായമുള്ള മലയാളി പണിക്കാർക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പണിയില്ല. അവരെ ആർക്കും പണിക്കും പറ്റൂല. കാരണം ഇപ്പോൾ ഈ 20 വയസ്സ് തൊട്ട് 30 വയസ്സുള്ള ബംഗാളി പണിക്കാരുടെ ഇടയിൽ ഈ പ്രായമുള്ള മലയാളീസിനെ ആർക്കും ഇപ്പോൾ പണിക്ക് പറ്റൂല. അവരും പണിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഓക്കെ. അഞ്ചാമത്തെ കാര്യം, ഇപ്പോൾ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ കുറച്ച് മാസങ്ങൾ മുന്നേ ഞാൻ ഇപ്പോൾ ഒരു വാർത്താ ചാനൽ ഞാൻ കണ്ടിരുന്നു. എന്ന് വെച്ചാൽ ബംഗാളിക്ക് വരൂ, നിങ്ങൾക്ക് മാസം 5000 റുപ്യ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ബംഗാൾ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കെട്ടിട നിർമ്മാണ മേഖല മന്ത്രി എന്താ പറഞ്ഞത്? ബംഗാളികളെ നിങ്ങൾ ഇവിടുന്ന് പോകണ്ട, നിങ്ങൾക്കില്ലേ ബോട്ടും റേഷൻ കാർഡും, നിങ്ങൾക്കില്ലേ കേരളത്തിൽ പണി ഇതൊക്കെ ഞങ്ങൾ തരാറുണ്ട് അവരെ ഇവിടെ പിടിച്ചെടുത്താണ്. ആർക്ക് വേണ്ടി പറയും? ആർക്ക് വേണ്ടി? ഇവിടുത്തെ ഈ മൊത്തം കരാറെടുക്കുന്ന വലിയ കോൺട്രാക്ടർമാർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിമാർ ബംഗാളികളെ പിടിച്ച് ഇവിടെ നിർത്താൻ കാരണം. ഓക്കെ. ഞാൻ ലാസ്റ്റ് പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ മലയാളി പണിക്കാരുടെ വോട്ട് കിട്ടിയിട്ടാണ് നിങ്ങൾ മന്ത്രിസ്ഥാനത്ത് നിങ്ങൾ നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ അടിസ്ഥാന സൗകര്യം നിങ്ങൾ നോക്കണില്ല. നിങ്ങളിപ്പോൾ ഇന്ന് തൊട്ടുങ്ങാണ്ട് ഇന്നും നാളെയും വെച്ചാൽ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ വെച്ചാൽ ഓണം ഉണ്ടാക്കാണ്ട് നല്ല അടിപൊളിയായി നടക്കുന്നുണ്ടാവും. ഇതിൽ പണിയില്ലാത്ത മലയാളികൾ ഉണ്ടെന്നും കൂടി നിങ്ങൾ ഓർക്കണം. കാരണം ബംഗാളികളല്ല നിങ്ങൾക്ക് വോട്ട് തരുന്നത് ഇവിടുത്തെ മലയാളീസാണ്.